ഇറാൻ്റെ റോഡുകൾ നോക്കിയേ, നമ്മൾ ഇന്ത്യൻ ലഡാക്കിലൂടെ യാത്ര ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നത്. എന്തൊരു മനോഹരമാണ് ഈ രാജ്യം. ചിലപ്പം തോന്നും സൗദി അറേബ്യ ആണെന്ന്, ചിലപ്പോൾ തോന്നും ഒമാനാണെന്ന്. അതായത് GCC കൺട്രീൻ്റെ എല്ലാ സാധനങ്ങളും മിക്സാണ് ഈ പറയുന്നത്. GCC മാത്രമല്ല, ഇന്ത്യയും GCC ആയിട്ട് കുറേ താരതമ്യമുണ്ട് ഇറാൻ്റെ റോഡുകൾക്ക്. ഇപ്പോൾ നമ്മൾ ഗിലാനിൽ നിന്ന് ഷിറാസിലേക്ക് പോകുന്ന ഒരു ഹൈവേ ഇത്. ഈ ഹൈവേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, രണ്ട് സൈഡിലും മലകളായിരിക്കും. ആ മലകളിടയിൽ ഡെസേർട്ടുകളുണ്ട്. ആ ഡെസേർട്ടിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഓയാസീസുകളുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സായിട്ടുള്ള ഒരു വല്ലാത്തൊരു ഭൂപ്രകൃതിയാണ് ഇറാൻ. പിന്നെ ഇവിടെ എന്ത് നട്ടാലും കായ്ക്കും. അത് ഇറാൻ്റെ മാത്രം പ്രത്യേകം തോന്നുന്നത്. കാരണം ഇഷ്ടം പോലെ ഫ്രൂട്ട്സുകൾ ഉണ്ടാകുന്നുണ്ട്, ഇഷ്ടം പോലെ പച്ചക്കറികൾ, ഇലക്കറികൾ. ഇപ്പം നമ്മൾ പോയ ആ ഡെസേർട്ടിൻ്റെ ഉള്ളിലെല്ലാം മരുഭൂമിൻ്റെ ഉള്ളിൽ നീരുറവ എന്ന് പറഞ്ഞ ഒരു തടാകമുണ്ട്, കുറേ തോട്ടങ്ങളുണ്ട്. അതായത് ഈ മരുഭൂമി മലകൾ മാത്രം കാണുമ്പോൾ, പച്ചപ്പ് കാണുമ്പോൾ സന്തോഷമില്ലേ, അതാണ് ഇറാനെ കാണുമ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ ഓയിൽ മാത്രമല്ല കേട്ടോ ഇറാനുള്ള. സാധാരണ ഓയിൽ മാത്രം ഉണ്ടാകുമ്പം ഓയിൽ മാത്രമേ പ്രത്യേകത. പക്ഷേ ഇറാന് പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഈ നാട് വന്നിട്ട് തന്നെ കാണണം. ഈ നാടും ഈ നാട്ടുകാരുടെ സ്നേഹവും അവരുടെ നിഷ്കളങ്കതയും എനിക്കറിയില്ല എങ്ങനെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നത്. ഇപ്പോൾ ഇസ്ഫഹാൻ ഇവിടെ 125 കിലോമീറ്റർ ഇസ്ഫഹാൻ എത്തും. ഇപ്പോൾ മുഹമ്മദ് തന്നെ കണ്ട, മുഹമ്മദിൻ്റെ കൂടെ ഒരു പരിചയമില്ലാത്ത മുഹമ്മദ്, ഓനിക്കാണ് സംസാരിക്കാൻ അറിയില്ല. ഓൻ എൻ്റെ പരം കുറേ സ്ഥലത്ത് കൊണ്ടുപോയി ഭക്ഷണങ്ങൾ തന്നിട്ടാണ് ഓൻ എന്നെ വിട്ടത്. അപ്പോൾ ഞാൻ ആലോചിച്ചാവുന്നതല്ല, ഓനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്കും പറയുന്നത് കുറച്ചാൽ മനസ്സിലാവുന്നില്ല. എന്നിട്ടും ഭാഷകളൊന്നും നമുക്ക് പ്രശ്നമല്ല. ഓൻ പറയുന്നില്ല, ഞാൻ കുറേ മനസ്സിലാക്കി. ഓൻ പല സ്ഥലത്തും കൊണ്ടുപോയി. ഇറാനികൾ നല്ല മനസ്സിലുള്ള ആൾക്കാരാണ്. എന്ത് ഇറാനെയാണ് ചൊറിഞ്ഞ് മാന്താനും ഓരോ ആൾക്കാർ ഇറങ്ങി വരുന്നത്. എന്ത് ഇവർക്കല്ലേ വേണ്ടത്? അല്ലെങ്കിലും ഒരു മുസ്ലിം രാജ്യം നല്ല ഹൈയിലെത്തുന്നത് ആർക്കും ഇഷ്ടമല്ല. ഈ അമേരിക്ക എല്ലാ അറബ് രാജ്യത്തിലും ഏകദേശം അവരെ ആർമി ബേസ് കൊണ്ടുവച്ചത്. അപ്പോൾ അതുപോലെ ചെയ്യാൻ, ഇറാഖിനെ ചെയ്ത പോലെ ചെയ്യാനാണ് അമേരിക്ക ഇറാനെ വിചാരിച്ചത്. പക്ഷേ ആൾ മാറിപ്പോയി, ഇത് ഇറാനാണ്. അതുപോലെ ഫലസ്തീൻ, എന്താണ് അവിടുത്തെ അവസ്ഥ? എന്തിനാണ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൊന്നു തള്ളുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു മല മുറിച്ചിട്ടാണ് ഈ കാണുന്ന റോഡ് ഉണ്ടാക്കിയാണ്ട. അടുക്ക് റോഡ് ഉണ്ടാക്കിയിട്ട് എന്നിട്ടും ആ മല അവിടെ ബാക്കിയുണ്ട് ഇപ്പുറത്തെ ഭാഗത്ത്. നമ്മൾ ഇന്നലെ രാത്രി തുടങ്ങിയ ഡ്രൈവിംഗ് ആണ്. ഇതുവരെ നമ്മൾ ഷിറാസ് എത്തിയിട്ടില്ല. ഏകദേശം 700 കിലോമീറ്റർ കടന്നിപ്പോൾ. ഇതേണ്ട ഫുള്ളും ഇറാനിൽ പഴയ വണ്ടിയാണ്. പീഗോട്ടാണ് എടുത്ത മെയിൻ വണ്ടി. അതുപോലെ നമ്മൾ അർമേനിയ പോയ ഫുള്ള് ലാഡയിൽ റഷ്യൻ വണ്ടി. അതുപോലെ റഷ്യയിൽ പോയി നോക്കുമ്പോൾ കുറേ പഴയ പണ്ട് കാലത്തെ വണ്ടികൾ. ഇവർക്ക് ഈ പഴയ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാണെങ്കിൽ റോക്കറ്റ് വിട്ട പോലെ പായുകയും ചെയ്യും. ജോർജിയയിൽ പിന്നെയും പുതിയ വണ്ടികൾ കണ്ടിരുന്നു. ഈ ഇറാനിലെല്ലാം പഴയ വണ്ടിയാണ്. വളരെ ചുരുക്കം ആൾക്കാരുടെ കയ്യിലാണ് പുതിയ വണ്ടികൾ. എവിടെയെങ്കിലും ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം. നല്ലോണം വിശക്കുന്നുണ്ട്. റൊട്ടിയും ചായയും. ഇവിടെ റൊട്ടിയേ കിട്ടുള്ളൂ. ഇവരെ മറ്റേ എന്താന്നപ്പോൾ ഞാൻ പറഞ്ഞേ, ഇവരെ റൊട്ടി തിന്നണം നമുക്കിപ്പോൾ. പക്ഷെ ഇവിടെ ഒന്നും ഒരു തട്ടട പോലും കാണുന്നില്ല കേട്ടോ. നിങ്ങൾ നോക്കിയട്ടെ, ഇതൊരു ഉണങ്ങിയ സ്ഥലമാണ്. പമ്പ് വരെ ഇല്ല. നേരത്തെ ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടിന്. ഇനിയിപ്പോൾ കുറേ കിലോമീറ്റർ കഴിഞ്ഞാലാട്ടാ എന്തെങ്കിലും ഒരു ഷോപ്പ് കിട്ടും, ഒരു ചായ കുടിക്കണം. ഇസ്ഫഹാനിലൊരു തിരക്കേറിയ ഒരു ടൗണാണ് ഇത്. നോക്കിയാട്ട് ഇവിടെ വണ്ടികൾക്ക് ഇനി അറുത്ത് മുറിച്ച പോലെയാണ് സ്ഥലം ഉണ്ടാക്കി വെച്ചത്. ഈ ബൈക്ക് വെക്കാനൊരു സ്ഥലവും, പിന്നെ ഇത് ഈ കാറുകൾ ഇവിടുന്ന് വളച്ചു പോകണം. നടുക്കാണെങ്കിൽ കുറേ സിമെൻറ്റ് കട്ട് സാധനം ഇട്ടിട്ട് ഇങ്ങനെ വേർതിരിച്ചിന്.
റൈറ്റ് സൈഡിൽ നല്ല എന്താ പറയണ്ടേ മാർക്കറ്റെല്ലാം ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് അറിയില്ല, എവിടെയും കയറാൻ കഴിയില്ല, കാരണം വണ്ടി വെക്കാൻ സ്ഥലമില്ല. Yeah, I'm talking with you English. You could not. ഇവർക്ക് പാർക്ക് ചെയ്യാമെങ്കിൽ നമുക്കും പാർക്ക് ചെയ്യാലോ. അങ്ങനെ ഇസ്ഫഹാന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ മണിക്കൂറുണ്ട്. നമുക്കൊരു പാർക്കിംഗ് കിട്ടി. ഏകദേശം മഗ്‌രിബായി കേട്ടോ. നമുക്ക് വേഗം ഒന്ന് ഭക്ഷണം കഴിക്കണം, പിന്നെ ആ സ്ക്വയറും പോയി കാണണം, പിന്നെ എന്തെല്ലാം കാണാൻ പറ്റാനുള്ള പോലും നമുക്ക് ഇറങ്ങാം. കമോൺ. ഇവിടെ വണ്ടി വെച്ചാൽ പോലീസ് കൊണ്ടുപോകുന്ന അറിയില്ല, കാരണം ഇതെല്ലാം നോ പാർക്കിംഗ് ആണോ തൽക്കാലം ഇവിടെ എത്തണം. പെണ്ണുങ്ങളെല്ലാം ഡ്രൈവ് ചെയ്യാനുണ്ട് ഇറാനിൽ. ആരാ പറഞ്ഞു ഇറാനിൽ പെണ്ണുങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ? From India. India. Yes. Hi. See you. Okay. A square. This one straight. Drive. Don't drive. By walk. Walk. How many meters? Okay. Walking a square. Don't left, right. Okay. I need biranj. Rice and kebab. Where can I get rice and kebab? Okay. Restaurant. Shukran. അങ്ങനെ ഒരാൾ ചോദിച്ചപ്പോൾ ഒരാളൊരു വഴി പറഞ്ഞൊന്ന്. ആ വഴിയിലൂടെ പോണിപ്പോ. സ്ക്വയർ ആണെങ്കിൽ ഇതാണ്. എന്ത് തിരക്കല്ലേ നോക്ക്. മര്യാദയ്ക്ക് നടക്കാൻ വരെ കഴിയില്ല. അപ്പുറത്തെ ഫുട്പാത്ത് കയറണം, എന്നിട്ട് വേണം നടക്കാൻ, അല്ലെങ്കിൽ പണിയാണ്. ഈ ഫുട്പാത്ത് നടന്ന് നേരം വെളുക്കലുണ്ടോ അവന്? ഈ ഇസ്ഫഹാന് ഭയങ്കര പുരാതനമായ ഒരു സ്ഥലമാണ്. പണ്ട് കുറേ ഷാമാരാണ് ഇറാന് ഭരിച്ചത്. 79 വരെ. 79ലാണ് ആയിട്ടുള്ള കമ്മ്യൂണിൻ്റെ പാർട്ടി വന്നിട്ട് ഭരിക്കുന്നത്. അപ്പോൾ കുറേ ഷാമാരുണ്ടായിരുന്നു, കുറേ രാജാക്കന്മാർ. അപ്പോൾ അവർ പാലസുകൾ തേച്ചു ഇവരെന്താക്കിയെന്നറിയാം, കുറേ ഹോട്ടൽസ് ആക്കി. ഇപ്പോൾ ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആയിട്ടുള്ള ഹോട്ടൽസ് ഉണ്ട്. ഞാൻ കുറേ ഹോട്ടൽ ചോദിച്ചപ്പോൾ എത്ര പൈസ അറിയാം, $150, $200, ഏകദേശം 15,000 രൂപയിലാണ് ഓരോ ഡോളറിന് ഓരോ റൂമിന് വരുന്നത്. അപ്പോൾ ഇവർ പാലസ് എല്ലാം ഫുള്ള് ടൂറിസ്റ്റ് ആക്കി. പിന്നെ ആ രാജാക്കന്മാരെ കുടുംബത്തിലെ ആൾക്കാരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, എല്ലാവരും അമേരിക്കയിൽ പോയി അങ്ങനെയുള്ളത്. അപ്പോൾ ഇതെല്ലാം പഴയ രാജവീതികളാണ്. പിന്നെ മുനിസിപ്പാലിറ്റി ഇതിനെ ഇങ്ങനെ ആക്കിയെടുത്ത്. പിന്നെ ഈ കുറേ ഇവരുണ്ടല്ലോ, റിസാൻ, ഇതൊരു ഡേറ്റ്സിൻ്റെ ഷോപ്പുണ്ടോ, ഷാ റിസാൻ ഉണ്ടല്ലോ, മൂപ്പരെ കാലത്ത് നമ്മൾ ഇന്നലെ പോയ ഗുലിസ്ഥാൻ സ്ട്രീറ്റല്ലോ അന്നേരം ഉണ്ടാക്കിയതാണ് ആ സ്ട്രീറ്റല്ലോ. ഇവിടുന്ന് ഇപ്പോൾ സ്ക്വയർ വരെ പോകണമെങ്കിൽ അങ്ങ് വരെ വലിച്ച് നടക്കണം. പാത്രങ്ങൾ ഷോപ്പുണ്ട്, കുറേ നട്സുകൾ. ശരിക്കും ഇപ്പം നമ്മൾ തലശ്ശേരിയിലോട്ട് നടക്കുന്ന പോലെ തന്നെ ഉണ്ട്. കോഴിക്കോട്, നമ്മൾ കേരളം തന്നെ എല്ലാ ജില്ലയിലും കാണുന്ന ടൗണ്. പക്ഷെ എന്തോ ഒരു കോഴിക്കോട് ടച്ച് വരുന്നതെല്ലാം കാണുമ്പോൾ. സ്ക്വയറിൽ വണ്ടി വെച്ച് ഫോട്ടോ എടുക്കാൻ കഴിയില്ല എന്ന് അയാൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഞാൻ വിചാരിച്ച് വണ്ടി വെച്ചൊരു ഫോട്ടോ ഒരു വീഡിയോ എടുക്കുക. നോക്കുമ്പോൾ അവിടെ പാർക്കിംഗ് ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോവാനും കഴിയില്ല, അതാ പ്രശ്നം. കണ്ട ഫുള്ള് ലേഡീസാണ് ഡ്രൈവ് ചെയ്യുന്ന. നേരത്തെ ഒരു പെണ്ണ് ബൈക്ക് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുക, ഇറാനിൽ ഇങ്ങനെയെന്ന് ഒരാൾക്കാർ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഫുള്ള് ഇവരെ സ്വീറ്റ്സ് കണ്ടോ ഉണ്ടാക്കി വെച്ചിന്. ചൂട്ടക്സ് അത് ഇതെല്ലാം വാങ്ങുന്നു. $30,000 പേ ഉണ്ടോ?
2 ലക്ഷം ഉറുപ്പ്യ ഈ ഒരു പാൻറ്റിന് വാങ്ങിക്കണം. കുറേ ഉണ്ട് പാൻറ്. ഇവിടെ കുറേ ആളുണ്ടല്ലോ. ഷോപ്പിലൊന്ന് കയറി നോക്കിയാലോ? വേണ്ട, നമുക്ക് നേരെ സ്ക്വയർ കാണാൻ പോവാം. പാൻറ്റുകളിൽ നോക്കാൻ നിന്നാൽ നമ്മളെ പണി എടുക്കില്ല. ഇതുണ്ടോ? എല്ലാം ഭയങ്കര റേറ്റ് കുറവാട്ടോ ഡ്രസ്സിനുള്ളൂ. അതിന് $1 ഇതേത് ആൾക്കാർ അഫ്ഗാനിസ്ഥാനിൽ തോന്നല്ലോ. അവരുടെ ഡ്രസ്സെല്ലാം കണ്ട. ഇറാനിലെ പെണ്ണുങ്ങന്മാരൊന്നും ഹിജാബൊന്നും ഇടുന്നില്ല കേട്ടോ. നിങ്ങൾ ആരെല്ലോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇട്ടുള്ളൂ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോയാലോ? റൈസ് ബിരഞ്ചി വേർ റൈസ് വേർ. Excuse me. $1. $1? It's $2. Oh, Just handmade. Yeah, but it's very weight. Where can I keep this one? This $2? $2. This one also? $2. Okay, please keep. Do you have any another one? Carpet. This how much? This carpet? It's content in. No, it's carpet. How much for this one? Is $4. Oh, it's a small. No. It's handmade. Yeah, I know, but I just want to check. വീട്ടിലും തൂക്കിടാൻ പറ്റിയ കുറേ സാധനമുണ്ട്. ഇത് എന്തെങ്കിലും കൊണ്ടുപോയിക്കില്ല, മോശമല്ലേ? എന്തൊക്കെ കൊണ്ടുപോകാം? How much this one? $20. No. It's very high. ഇതെല്ലാം എന്താണ്? This one? This picture. Oh, sir. This. Full. This. ഒരു സാധനം വാങ്ങിയിട്ട് പൈസ കൊടുത്തിട്ട് മനുഷ്യനിക്ക് വട്ടായി പോവും. ഇതെത്ര മനസ്സിലാകുന്നില്ല. ദിസ് വൺ ഹൗ മച്ച് $? കുറേ പൂജയുണ്ട്, പക്ഷെ ഒരു ഉപകാരമില്ല. പൂജ്യത്തിന് ഒരു വിലയില്ലാത്ത നാടാട്ടോ ഇറാൻ. This $1. That thing, 8. $1. You need 8 piece? 8 piece, Okay, $1. പഠിച്ചോന് ഇതെങ്ങനെയോ പൈസ കൊടുക്കുക. പൈസ ഒരു കെട്ടുണ്ട്. ഓക്കെ, ഹൗ മച്ച്? This. ഒരു സാധനം വാങ്ങിയത് എവിടെ വന്നിട്ടാ ഈ സാധനം? 4, 5. ശരിക്കും അപ്പൊ ഇതെത്ര $8 ഇത് ഇന്ത്യയിലെ? 6. $1? No, $1. 8, $1. 7, 8 in $1. $1. So you need $2. $2. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ 8 എണ്ണം കൊടുത്താലാന്ന് $1 ആവാം. ഓക്കെ, $2. ദിസ് വൺ ഹൗ മച്ച്? 3 തോന്നുന്നു. പണ്ട് സക്കാത്തിന് പോയാൽ ഇങ്ങനെ കിട്ടലുണ്ട്. How much? Sizda. 4, 5, 6, 3. You need 3. 1, 2. മോനെ ഞങ്ങൾക്ക് കയ്യില് ഫിനിഷ്. ഓക്കെ, ഇതാണ്ടാ എൻ്റെ ബാഗിൽ ഒരു കെട്ട് നിറച്ചു പൈസ ഉണ്ട്. ഇതെങ്ങനെ കൊടുത്തു തീർക്കും ഞാൻ അറിയില്ല. അങ്ങനെ ഈ ഒരു സാധനം വാങ്ങിച്ച് ഇവിടെ വന്നിട്ട് ഇതെല്ലാം ഫുള്ള് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ്. ഇറാനിൽ വന്നതിന് എല്ലാവരും വാങ്ങുന്ന സാധനം ഇതെല്ലാം ഇവിടുത്തെ ഹാൻഡ് മെയ്ഡാണ്. ഇത് ഇറാനിന് മാത്രം അവകാശപ്പെട്ടാണ് ഈ കാണുന്ന ഈ ഒരു ആർക്കിടെക്ട് സാധനം. ആർട്ട് ഇതാണ്ടോ, ഇതെല്ലാം മരത്തിന്റെ മുകളിലും അതിന്റെ മുകളിലും ഉണ്ടാക്കിയത്. ഇത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്.
ഒരു പെണ്ണാണ് അവിടെ പണിയെടുക്കുന്നത്. നോക്കിയിട്ട് ദിസ് വൺ ക്യാൻ ഐ സീ ദിസ് വൺ ദിസ് കബാബ്. ഓക്കെ ഓക്കെ താങ്ക് യു. ഹായ് അസ്സലാമു അലൈക്കും. ഇവിടെ റൈസും കബാബുണ്ട് വിത്ത് ഹൗ മച്ച് ഡോളർ ഹൗ മച്ച് ഇൻ ഡോളർ റൈസ് ആൻഡ് കബാബ് ഡോളർ ഹൗ മച്ച് dollar this tuman how much in dollar? ഇവിടെ ഒരാൾ വന്നില്ലേ, മൂപ്പര ഡ്രസ്സ് നോക്കിയാ ഫുള്ള് തൊപ്പിയെല്ലാം വെച്ചിട്ട് കൊലിയത്താളെ പോലും ഇത് കാണാൻ. ബിരിയാണി ഇതെല്ലാം ഫുള്ള് അറബിയിൽ എഴുതിയാണ്. ഇതിന് എത്ര പൈസ എന്നൊക്കെ ഇപ്പോൾ ചോദിക്കണം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത കബാബ് ഇവിടെ എത്തിയിട്ടാണ്. ഇവരെ കബാബ് വല്ലാത്തൊരു ടേസ്റ്റാണ്. ഞാൻ കുറേ സ്ഥലത്തും കബാബ് ഉണ്ട്, പക്ഷേ ഇറാനിയൻ കബാബ് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ്. ഇവരെന്താണ് ഇവരെ മസാല എന്നറിയില്ല, പക്ഷേ എങ്കിൽ എരിവില്ല മധുരവും ഇല്ലാത്ത ഒരു മസാലയായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇവരെല്ലാം സ്പൂണോടെ തിന്ന്, നമുക്കും തൽക്കാലം സ്പൂണോടെ തിന്ന് നോക്കാം. അങ്ങനെ സ്ക്വയറിൻ്റെ അകത്തേക്ക് നമ്മൾ എത്തിയിട്ട് നമുക്ക് ഇവിടം വരെ എൻ്റെ വണ്ടി അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല വണ്ടി. ഞാൻ കുറേ തപ്പി നോക്കി ഇങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റുമോ. ഇതൊക്കെ കുറേ സ്വീറ്റ്സെല്ലാം കണ്ടോ, ഫുള്ള് ഷോപ്പുകൾ ഒരു കളി തന്നെയാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഒരു സ്ക്വയറിൻ്റെ പേരാണ്, ഈ സ്ക്വയറിൻ്റെ പേരാണ് നഷേക്കി ജഹാൻ സ്ക്വയർ എന്ന് ഇനി പറയാം. ഈ ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ സ്ക്വയറായത്. ഫസ്റ്റത്തെ സ്ക്വയർ അടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സ്ക്വയർ ചൈനയുടെ ബീജിങ്ങിലാണ്. ഇത് ലോകത്തെ രണ്ടാമത്തെ വലിയ സ്ക്വയർ നമ്മളിപ്പോൾ കാണുന്നത്. ഇതുണ്ടോ, ഇത് അങ്ങ് മുതൽ ഇങ്ങ് വരെ ഉണ്ട്. ഈ പള്ളിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കേട്ടാ, നമുക്ക് അങ്ങോട്ട് വരെ പോയി നോക്കാം. ഇതിങ്ങനെ ഒരു ഫുള്ളായിട്ട് ഈ ഒരു സ്ക്വയർ ഒരു എന്താ പറയണ്ടേ, ഒരു താജ്മഹൽ പോലെ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നമ്മളെ ഇന്ത്യയിലെ പല ഡൽഹി ജുമാ മസ്ജിദ് പോലെ, അല്ലെങ്കിൽ നമ്മളെ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ, അതെല്ലാം പോലത്തെ ഒരു ഫീൽ വരുന്ന സ്ഥലമാട്ടോ ഇത്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് പോവാം. ഇപ്പോൾ രാത്രി ആകുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ ലൈറ്റിലിട്ടിട്ട്. നക്ഷ് ഈ ജഹാൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. നക്ഷ് ഈ ജഹാൻ സ്ക്വയർ. ഇവിടെ ആൾക്കാരെല്ലാം സൈക്കിൾ ഓടിക്കാനും കൂടി ഒരു ഫുട്പാത്തായിട്ടും കൂടി ഉപയോഗിക്കുന്നുണ്ട് ഇത് സംഭവം. ഇത് പിന്നെ 1598 മുതൽ 1629, ഏകദേശം 100 കൊല്ലത്തിൻ്റെ അടുത്താണ് ഈ ഒരു സാധനം അവർ നിർമ്മിക്കാൻ വേണ്ടി എടുത്തത്. ഇത് യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചൊരു സാധനം കൂടിയാണ്. ഇത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണെന്ന് പറയുന്നത്. പണ്ട് ഇറാൻ ഭരിച്ചത് ഫുള്ളും കുറേ ഷാമാരാണ്. അപ്പോൾ ഷാമാരെ എന്താ പറയണ്ടേ, അവരെ ഒരു നിർമ്മിതിയിൽപ്പെട്ടൊരു നിർമ്മിതി നമ്മുടെ മുമ്പിലുള്ള ആ പള്ളി എന്താ രസം, നല്ല നീല കളറിൽ. ഈ ഇറാൻ എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ പള്ളികളെ കാണാൻ പറ്റാം. ഉസ്ബെക്കിസ്ഥാൻ ഇതുപോലെ തന്നെ കുറേ പള്ളികളുണ്ട്. അതിൻ്റെ മുകളിൽ എന്തോ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, ആ കുബ്ബ പോലത്തെ സാധനം. ഇതിന് ഇമാം സ്ക്വയർ എന്നും കൂടി പറയുന്നുണ്ട്. ഇതിന് ലോകത്തിൻ്റെ പകുതി എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഹാഫ് ഓഫ് ദ വേൾഡ് എന്ന്
പറയുന്നുണ്ട്. എന്താ വെച്ചാൽ സിറ്റി വാസ് ദ സ്പ്ലെൻഡഡ് ക്യാപിറ്റൽ ഓഫ് ദ അതുപോലെ ഈ ഇസ്ഫഹാൻ ഉണ്ടല്ലോ, ഇറാൻ്റെ ഈ ഇസ്ഫഹാൻ മേഖല ലോകത്തിൻ്റെ പകുതി ഭാഗം എന്നാണ് പറയുന്നത്. കുട്ടികളെല്ലാം സൈക്കിൾ ഓടിക്കാൻ വന്നിട്ടുണ്ടോ? ആ ഒരു പള്ളിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അവിടെ വരെ നടന്നു പോകണം. പിന്നെ ഇത് ലോകത്തിലെ രണ്ടാമത്തെ മാത്രമല്ല, ഇറാനിലെ ഏറ്റവും വലിയ സ്ക്വയറും കൂടിയാണ് ഈ കാണുന്ന നഷ്ക് ഇസാൻ. ആൾക്കാരിൽ ഈ പാർക്കിൽ വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കലും അങ്ങനെ കുറേ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർക്കിതൊരു എന്താ പറയണ്ടേ, നമ്മൾ ദുബായിലെല്ലാം പോയിട്ട് പാർക്കിൽ എടുക്കില്ല, അതുപോലെയാണ്. അപ്പോൾ അടുത്ത് വരുന്നോറും ഈ ഒരു പള്ളീൻ്റെ മുഞ്ച് കൂടിക്കൂടി വരുന്നു കേട്ടോ. ഇതെങ്ങനെ ഞങ്ങൾക്ക് പറയാം, ക്യാമറയിൽ കാണുന്നതിനൊരു പരിധിയുണ്ട്. കുറച്ച് Excuse me. Hello. Hello, hello. ഇവിടെ രണ്ട് കുട്ടികളുണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ, ക്യാൻ യു ടേക്ക് മൈ ഫോട്ടോ? ഫോട്ടോ? മൈ പ്ലീസ് ടേക്ക് ദിസ് വൺ. പ്ലീസ് നോ ഫോർ മീ. അവൻ വിചാരിച്ചു അവൻ്റെ ഫോട്ടോ എടുക്കാൻ. And also this one. You please take this one. From here, this side. Okay. I just want. Yeah. Sorry. Wait, like this. Can you please move? Okay. Wait. Okay. And this one. Okay. Okay. İngilizce verdi. Please stay like this. Okay. Ready? One. Okay. After. Where are you from? From India. آقا میشه شما میفهمید؟ No. آقا میشه من نمیفهمم چیه. No. Please do like this. And me go there. Okay. Okay. Ready? 1, 2, 3. It's okay? Okay. Huh? Okay. അപ്പോൾ ഇതാണ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സ്ക്വയർ. ഇറാനിലെയും ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ സ്ക്വയറാണ് നമ്മൾ ബേക്കിൽ കാണുന്ന ഈ ഒരു ഇമാം സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 100 കൊല്ലം എടുത്തിട്ടാണ് ഈ സ്ക്വയർ ഫുള്ള് പണിതിട്ടുള്ളത്. അപ്പോൾ ഇസ്ഫഹാനിലാണ് ഇതുള്ളത്. ഇസ്ഫഹാനെ ഈ ഒരു ഭാഗത്തിന് വിളിക്കുന്നത് ലോകത്തിൻ്റെ പകുതി എന്നും കൂടിയാണ് കേട്ടോ. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ. ഓക്കെ, ഓക്കെ. No, it's okay. Okay? Okay? All of you? Thank you. Shukran. Bye. My name is Naji. Naji. Yeah. No. Thank you. ഞാൻ ഇവരെ കൊണ്ടാണ് എൻ്റെ ഇവിടുത്തെ വീഡിയോസും ഫോട്ടോ. ഓക്കെ, താങ്ക് യു. വീഡിയോസും ഫോട്ടോസ് എല്ലാം എടുപ്പിച്ചേട്ടാ. Bye. Thank you. Shukran. Bye. ഇതിൻ്റെ ഉള്ളിൽ കുറേ ബാസാറുകളുണ്ട് കേട്ടോ. ഇതെല്ലാം നല്ല പഴക്കമുള്ള സാധനമാണ്. അപ്പോൾ ഇത് കുറച്ച് കൊല്ലം മുന്നേ ഇതിന് 70s ഒരു പുനർനിർമ്മാണിച്ചിട്ടുണ്ട്. അവർ കണ്ട കുറേ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം. ഈ ഡോർ തന്നെ കണ്ടാൽ മതി പണ്ടത്തെ രാജകീയ ഭരണം ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഡ്രസ്സുകൾ വിൽക്കുന്ന ഷോപ്പുകൾ. ഇതിൻ്റെ ഒരു ബാസാറാണ്. ഇതിൻ്റെ ഉള്ളിൽ നടക്കാൻ നല്ല രസമുണ്ട്. കുറേ ഡ്രസ്സുകൾ കാണും.
It's a kaftan. It's a kaftan. How much for this one? $? $. ഇതിൻ്റെ മുകളിലോട്ട് നോക്കിയിട്ട് ഇതിൻ്റെ റൂഫ് കുറേ കാലപ്പഴക്കം ചെന്ന് ബിൽഡിങ് ഇത് പലതരം ബാസാറുണ്ട്. നമ്മൾ സൗദിയിൽ പോയാലോ അൽ ഹസേൽ ഇതേപോലത്തെ ഒരു സൂക്കിലൂട്ട് പോയിട്ടുണ്ട്. എനിക്ക് ശരിക്കും അതാ ഓർമ്മ വരുന്നത്. ഞാൻ വന്നിട്ടൊക്കെ ഇവിടുത്തെ ഏറ്റവും പ്രധാനം ബാസാർ തന്നെ കേട്ടോ. ഈ ഉള്ളിലുള്ള സ്ക്വയറിൽ ആൾക്കാർ കുറച്ച് ഇരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കുറേ ഷോപ്പുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു സ്ഥലം ഇത്. അങ്ങനെ ഇസ്ഫഹാൻ വിടാൻ നോക്കുമ്പോൾ ഇല്ലേ, ഏതോ ഒരുത്തന് മുമ്പിലും ഫ്രണ്ടിലും വണ്ടി ലോക്കാക്കി വെച്ചിന്. ഒരു തുള്ളി സ്ഥലം എനിക്കില്ല പോവാൻ വരാനും. അപ്പം എങ്ങനെ ബേക്കെടുക്കും, എങ്ങനെ മുമ്പെടുക്കുന്നു നമുക്ക് പറഞ്ഞുകൂടെ. ഒന്ന് ശ്രമിച്ചു നോക്കാം. ബാക്ക് ഓൾറെഡി പാക്ക്ഡ് ആണ്. ഒരു തുള്ളി മാത്രം തിരിക്കാനുള്ള ഒരു സ്ഥലം ബാക്കിൽ ഉള്ളൂ. എന്നാൽ അയാൾ എന്ത് പണിയാ ചെയ്തേ? മുമ്പിലൊരു തുള്ളി ഉണ്ട് 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 എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിങ്ങനെ കുത്തി കുത്തി എടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. എത്ര സമയം എടുക്കും, എത്ര മണിക്കൂർ എടുക്കും ഇത് കറക്കാൻ? അതേത് ഇങ്ങനെ ആരെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാം. ഞാനിതിപ്പം കുത്തി കുത്തി എടുക്കേണ്ട പണിയാണ്. No, wait, I just want to go.
okay. I can do like this. Okay. അങ്ങനെ ഇതാ ഇസ്ഫഹാനോട് നമ്മൾ വിട പറയുകയാണ്. ഇതെന്താ ഇതിലൂട്ടെല്ലാം പോകുന്നത്? ഇവിടെ നമുക്ക് പോകേണ്ട പച്ചയല്ലേ ഇത്? ഇറാനിൽ വണ്ടി ഓടിക്കലുണ്ടല്ലോ. ഓഫ്, ഇന്ത്യനേക്കാളും കഷ്ടം. ഇന്ത്യയിൽ ഏറ്റവും വണ്ടി ഓടിക്കാൻ പാട് ബീഹാറിലും ബംഗാളിലും. ഇപ്പോൾ ഇറാന് ഏകദേശം ബീഹാറിൻ്റെയും ബംഗാളിൻ്റെയും അവസ്ഥയായി. മനുഷ്യന്മാർ ഒരു ബോധമില്ലാണ്ട് പോകുന്നത്. പച്ചയായിട്ടുണ്ടെങ്കിൽ ആൾക്കാരുണ്ടാവും, നമ്മളെ റോഡിലൂടെ വരുന്നു. ചോപ്പാണെങ്കിലോ അന്നേരവും വരും. രണ്ട് തരമായിട്ടും മനുഷ്യന്മാർ വരും. അങ്ങനെ രാവിലെ തുടങ്ങിയതായി ഇവിടെ ഇസ്ഫഹാന് കറങ്ങാൻ തെണ്ടി മനുഷ്യൻ പണിയായി. നേരെ ഷിറാസിൽ പോകേണ്ട പരിപാടിയാണ്. ഞാൻ ഇന്നലെ ഷിറാസ് വരാന്ന് വെച്ചിട്ട് അവസാനം ഇസ്ഫഹാന് വിചാരിക്കാണ്ട് നിർത്തി. ഷിറാസിലേക്ക് 400 കിലോമീറ്റർ. ഇനി ഇപ്പൊ ഈ കാണുന്ന തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഹൈവേ കിട്ടണമെങ്കിൽ ഇനി കുറേ സമയമെടുക്കും. എന്നാലും നല്ലൊരു എന്താ പറയണ്ടേ, നല്ലൊരു അനുഭവം കേട്ടോ ഇസ്ഫഹാനിൽ. ശരിക്കും എന്താ പറയുക, നമ്മളെ കുറച്ച് ഈ മുംബൈ, ഡൽഹി അവിടെ എല്ലാം പോയി ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു സ്ഥലം കേട്ടോ ഇത് എന്താ പറയണ്ടേ, ഇതിലൂട്ട് ഇങ്ങനെ നടക്കുമ്പോൾ, ഈ സ്ട്രീറ്റിലൂട്ട് ഇങ്ങനെ നടക്കുമ്പോൾ കുറേ ഷോപ്പുകൾ കാണുന്നുണ്ട്, കുറേ ബാസാറെല്ലാം കാണുമ്പോൾ ഒരു സമാധാനം, സന്തോഷം. അതായത് ഈ മുഗളന്മാർ ശരിക്കും ഈ ഇറാൻ ഭാഗം, ഇറാൻ തെജക്ക് ഈ ഭാഗം പണ്ടെല്ലാ രാജ്യവും മിക്സ് ആണല്ലോ, പിന്നെയല്ലേ അത് ഇറാനും തെജക്കിലായ. അപ്പോൾ മധ്യേഷ്യയിലെ ആൾക്കാർ തന്നെയാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുഗളന്മാരെല്ലാം. അപ്പോൾ അവരുണ്ടാക്കിയ കുറേ സാധനങ്ങളല്ലേ നമ്മൾ ഇന്ത്യയിൽ കുറേയും കാണുന്നത്. അപ്പോൾ ഈ ഡൽഹിയിലെ സ്ട്രീറ്റും ജുമാ മസ്ജിദും മറ്റേ ലാൽ ഫോർട്ടും അതെല്ലാം അവരതാണല്ലോ. അപ്പോൾ അത് കുറേ 4 പ്രാവശ്യം ഇന്ത്യ യാത്ര ചെയ്തിട്ട് ആ ഭാഗത്തൂടെ എല്ലാം പോയിട്ട് ഇറാനിൽ വന്ന് നോക്കും. ഇറാനിൽ വന്ന മുതൽ നമുക്ക് ശരിക്കും നമ്മൾ ഇന്ത്യനെ തന്നെയാണ് തോന്നുന്നു ഓരോ ഭാഗവും. പിന്നെ അവിടുത്തെ ഫുഡും ഏകദേശം നമ്മൾ തന്നെയാണ്. ഹലീമും അതും ഇതും ബിരിയാണിയും കബാബും എല്ലാം സെയിം തന്നെയാണ്. ശരിക്കും എന്താ വ്യത്യാസം? ഇറാൻ ഇന്ത്യയും സെയിമാണ് എല്ലാ കാര്യത്തിലും. എന്തിന് അവരെ ഭാഷ വരെ പാഞ്ചോ, 5 പാഞ്ചോ എന്ന് പറയും. സാബൂന് സോപ്പിന് സാബൂൻ തന്നെ. അതുപോലെ ഏക്ക് ബീസ് എണ്ണ എല്ലാം കറക്റ്റാണ്. നമ്മളെ ഹിന്ദി എങ്ങനെയാണോ അതുതന്നെയാണ് ഇറാൻ. ഹിന്ദി ഭാഷ പേർഷ്യൻ ഭാഷയും ഏകദേശം ഒരു 40% ഒരുപോലെയാണ്. ഇറാനിലെ യുദ്ധഭീഷണി ഇപ്പോഴും ഉണ്ട്. ഈ മാസം ലാസ്റ്റ് വീണ്ടും ഇവിടെ യുദ്ധം ഉണ്ടാകുന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ ഒരു ചെക്കിങ്ങോ അങ്ങനെയോ ഒന്നുമില്ല കേട്ടോ. ഞാൻ ഇറാഖിൽ പോയ സമയത്ത് മൊസൂള്, ബാഗ്ദാദ് ഓരോരോ പോയിന്റ് ഓരോ 10 കിലോമീറ്റർ ആയപ്പോൾ ഭയങ്കര ചെക്കിങ് ആണ്. അത് പിന്നെ അമേരിക്കൻ ബേസ് ആയതുകൊണ്ട് അവരെന്നെയാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ മുകളിൽ കയറി കളിക്കുന്നത്. അപ്പോൾ ഭയങ്കര ചെക്കിങ്ങാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇറാനിലും അതുപോലെ വണ്ടി തടയുമായിരിക്കും, പേപ്പർ. പക്ഷെ ഒരാളും ഇതുവരെ കൈ പോലും കാണിച്ചിട്ടില്ല. ഓരോ സ്ഥലത്ത് ഇപ്പം ഷിറാസെല്ലാം കയറുന്നേരെല്ലാം വലിയ വലിയ സ്ഥലങ്ങൾ കണ്ടിരുന്നു. പക്ഷെ ഒരു സ്ഥലത്തൊന്നും ഒരു പോലീസ് പോലും ഇല്ല. പിന്നെ ഇവിടെ ടോൾ ഉണ്ടേനു. ഇപ്പോൾ യുദ്ധത്തിന് ശേഷം ടോളില്ല, കുറേ എല്ലാം ഈ ടോളാക്കി. പിന്നെ റഷ്യ ആണ് ഇരുന്ന് വാങ്ങിയത്, ഇവരങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇറാൻ വിടും. നല്ല ചൂടുണ്ട് പുറത്ത്. ഈ ഗിലാന് മാത്രമേ തണുപ്പുള്ളൂ. ഇവിടെ എല്ലാം സിറ്റി ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. നമ്മളെ വെഹിക്കിൽ ആംബുലൻസ് അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഇന്ത്യയിൽ നിന്നാണ് ഈ കാണുന്ന ബൈക്കെല്ലാം TVSും അപ്പാച്ചി എല്ലാം ഇറക്കിയത്. ബജാജിൻ്റെ ബൈക്കെല്ലാം ഇന്ത്യ നാട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കുറേ, ഇന്ത്യ ഇറാനും തമ്മിൽ കുറേ കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ആൾക്കാർ പോകുമ്പോൾ സ്ഥലം കൊടുക്കണമല്ലോ. അങ്ങനെ ഇതാ നമ്മളെ ഈ യാത്രൻ്റെ ഒന്നാമത്തെ സ്ഥലം തബ്രീസേനും, 2ാം സ്ഥലം തെഹ്റാനായിരുന്നു, 3ാമത്തെ സ്ഥലം ഗിലാൻ ഇന്നലെ പോയത്, 4ാമത്തെ ഇസ്ഫഹാന് കഴിഞ്ഞു. ഇനി നമ്മളെ യാത്രൻ്റെ 5ാമത്തെ ഭാഗമായിട്ടുള്ള ഷിറാസിലേക്കാണ് നമ്മൾ പോകുന്നത്.